ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരയുവിനോട് മനു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സരയു അതിനകത്തേക്ക് പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ രൂപയും ശാരിയും രാഹുലും കൂടി ഇതേ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് അവിടേക്ക് സരയു വരികയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, മതി നിന്നതൊക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം പോകണമെന്ന് സരയു പറയുമ്പോൾ, എന്താ മോൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് മനുവേട്ടന് ഇഷ്ടമല്ല ഇവിടെ നിൽക്കുന്നത്, മനുവേട്ടൻ സമ്മതിക്കുന്നില്ല, മനുവേട്ടൻ ഇപ്പം തന്നെ പോകണം എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, അതിന് മനു എന്തിനാണ് സമ്മതിക്കാതിരിക്കുന്നത്? മനുവിന് പോണെങ്കിൽ എന്നാൽ മനു പൊക്കോട്ടെ, അവിടെ വീട് വെറുതെ കിടക്കല്ലേ, അവിടെ ചെന്ന് നിന്നോട്ടെ അവനെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അതെങ്ങനെ ശരിയാവും, മനുവേട്ടൻ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ ഞാനും ഇല്ലാതായ ശരിയാവില്ല, പിന്നെ മനുവേട്ടൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ തന്നെ നേരെ അമേരിക്കയിലോട്ട് പോകുമെന്നാണ് മനുവേട്ടൻ പറയുന്നത് എന്ന് സരയു പറയുമ്പോൾ ശാരി ഒന്ന് പേടിക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ രൂപയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. രൂപ ചിരിച്ചിട്ട് പറയാണ്, എങ്കിലും ഒരു കാര്യം ചെയ്യും, മനുവിനെ ദേഷ്യം പിടിപ്പിക്കേണ്ട, മനുവിന് ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ, നിങ്ങളെല്ലാവരും എന്നാൽ പോവാൻ നോക്കുകയെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് അത് ശരിയാവില്ല എന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഭാര്യയെ എൻ്റെ അടുത്തുണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് മനു അവിടേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശേഷം പോകാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. രാഹുൽ അത് ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷമാണെങ്കിൽ നേരെ അവർ അവിടെ എത്തുന്നതാണ് കാണിക്കുന്നത്. അവരെ വീട്ടിലെത്തുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കുന്നത് കിരണിന്റെ വീട്ടിലേക്കാണ്. അപ്പൊ കിരണും കല്യാണി അവിടെ ഇങ്ങനെ ഇവരെ തന്നെ നോക്കി നിൽക്കാണ്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, ശാരിയും സരയും പറയാണ്, ഈ മുഖങ്ങൾ കാണാതിരിക്കാനാണ് കുറച്ച് ദിവസം അവിടെ പോയി നിന്നത്, പക്ഷെ അതിന് മനുവേട്ടൻ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ സരയി പറയുമ്പോൾ അതെ എന്ന് ശാരി പറയാണ്. എന്തായാലും എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ മോള് എൻ്റെ അരികിലുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങളുടെ കുഞ്ഞിനും അതൊരു സന്തോഷമാണ്, അങ്ങനെയാണ് കുഞ്ഞിന് ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനു അങ്ങനെ സുഖിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് നേരെ സരയും ശാരിയും അകത്തേക്ക് പോവാണ്. അതേ സമയത്ത് രാഹുൽ മനുവിനോട് പറയുന്നുണ്ട്, നീ അവിടെയൊന്നും നിന്ന് നിന്റെ ഒരു അടവ് എൻ്റെ അടുത്ത് നടക്കില്ല, നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മനു പറയാണ്, അതെ അമ്മായിച്ചൻ്റെ കളികളൊക്കെ എനിക്ക് എല്ലാതും അറിയാം, എന്നോട് അധികം കളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മായിച്ചൻ്റെ കളിക്ക് ക്ലൈമാക്സ് ഒന്നും ഉണ്ടാവുന്നില്ല, അതിനു മുന്നേ ഞാനത് പൊളിച്ചടക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവരൊന്നും രണ്ടും പറഞ്ഞ് അങ്ങനെ രാഹുൽ അകത്തേക്ക് പോവാണ്. രാഹുൽ അകത്തേക്ക് പോകുമ്പോൾ മനു നേരെ കല്യാണിയെയും കിരണിനെ ഇങ്ങനെ നോക്കിയിട്ട് രണ്ട് കൈവിരൽ ഇങ്ങനെ തള്ളവിരൽ ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ്. അത് കാണുമ്പോൾ കിരണിന്റെ ദേഷ്യം വരുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, പോടാ എന്ന് പറയുകയാണ് ഇങ്ങനെ തലകൊണ്ട് അണിച്ചിട്ട്. അപ്പോൾ നമ്മുടെ മനു അവിടെ നിന്നും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതേ സമയത്ത് കിരൺ കല്യാണിയോട് പറയുന്നുണ്ട്, അവൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലെയാണ് അവനെ കൈവിരൽ ഇങ്ങനെ പൊക്കി കാണിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, സിനിമയിൽ പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാർ എന്നിങ്ങനെ പറയുമ്പോഴും അവർക്ക് അങ്ങനെ തന്നെ കിട്ടണം, അവരങ്ങനെ ചതിക്കണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഭാഗം ചന്ദ്രസേനനും രൂപയും ഒരു അമ്പലത്തിന്റെ അരികിൽ വന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട്, രൂപ എന്തായാലും ഇങ്ങനെ കളികൾ പോയാൽ ശരിയാവില്ല, കാരണം നിനക്ക് ഇപ്പോൾ ആദ്യത്തേലും നല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്, അതൊക്കെ ചിലപ്പോൾ അവർ കണ്ടുപിടിച്ചെന്നിരിക്കും, അതുകൊണ്ട് അവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി നീ നിന്റെ പ്രോപ്പർട്ടി എത്രയും വേഗം വിറ്റു എന്നും ആ പണം അവർക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കണം, അവർക്ക് പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണ് ചന്ദ്രേട്ടന്റെ തീരുമാനം? അതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് ഇങ്ങനെ രൂപ പറയാണ്. ആ സമയത്ത് അതൊക്കെ ഞാൻ പറയാം, നീ ഇപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യ്, അവളോട് വേഗം തന്നെ അവളെ അരികിൽ ചെന്നിട്ട് പറയണം, വേഗം നാളെ തന്നെ പ്രോപ്പർട്ടി വിൽക്കും, 6 കോടി രൂപയ്ക്കാണ് എന്നൊക്കെ പറയണം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാം, എൻ്റെ ഭർത്താവിനും എൻ്റെ കുട്ടികൾക്കും ഉള്ള നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ല, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് രൂപ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ നേരെ പോകുന്നത് രൂപ നമ്മുടെ രാഹുലിൻ്റെ ഒക്കെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ നമ്മുടെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിന് വേണ്ടി ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, നാളെ ഒരു ഇടനിലക്കാരൻ വരും, ഒരു ഗൾഫുകാരനാണ് ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മാനേജറാണ് നാളെ അഡ്വാൻസ് ആയിട്ട് വരുന്നത്, 20 ലക്ഷം രൂപ അഡ്വാൻസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ അവിടേക്ക് വരികയാണ്. അത് ശരി, കാര്യങ്ങളൊക്കെ നീ തീരുമാനിച്ചു, എന്നോടൊന്ന് ചോദിക്കാതെയാണോ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത് രൂപ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഏട്ടൻ എന്ത് പറയുന്നത്, 6 കോടി രൂപ എന്ന് പറയുന്നത് അത് അത്ര ചെറിയതൊന്നും അല്ലല്ലോ എന്ന്, അതുകൊണ്ടാണ് ഞാനത് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞത് 5-5.5 കോടിക്കുന്നല്ല, അതിലും കൂടുതൽ കിട്ടി, 50 ലക്ഷം കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ രാഹുലിന് ഒരു ആശ്വാസമാകുന്നുണ്ട്. അതിനുശേഷം
ശാരി പറയാണ് അതെ, രൂപ തന്നെ അത് മുൻകൈ എടുത്ത് ചെയ്തത് നന്നായി. ഇങ്ങോരെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 6 കോടി എന്നുള്ള 3 കോടിക്ക് കൊടുത്തേനെ. ഇങ്ങോരുടെ സ്വഭാവം വെച്ച് ഇപ്പം അങ്ങനെയൊക്കെയാണ്. ഇങ്ങോർക്ക് എന്തോ കുഴപ്പമൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും അറിയില്ല, രൂപയ്ക്ക് അറിയാലോ എല്ലാ കാര്യങ്ങളും രൂപ, അതുകൊണ്ടാണ് ഇവരെന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഏട്ടൻ അങ്ങനെ ഒരാളും താഴ്ത്തി കെട്ടണ്ട എന്നൊക്കെ രൂപ അവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്. അതിനുശേഷം എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നാളെ രാവിലെ തന്നെ സരൈമോൾ അവിടേക്ക് വരണം, എനിക്ക് ആ ഇടനിലക്കാരൻ്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങി സരൈമോളുടെ കയ്യിൽ തരണം, എനിക്കത് വലിയൊരു സന്തോഷമാണെന്ന് പറയുമ്പോൾ ശരി ആൻറ്റി എന്ന് പറയുന്നു. എല്ലാവരും നാളെ വായോട്ടെ എന്ന് പറയുന്നുണ്ട്. ആൻറ്റി ഇത്ര വേഗം പോവാണോ, എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേണ്ട, അത് വേണ്ട, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് രൂപ അപ്പം തന്നെ അവിടെ നിന്നും പടിയിറങ്ങുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രസേനന്റെ വീട്ടില് സോണിയും കല്യാണിയും കിരണും വന്നിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രസേനൻ പറയുന്നുണ്ട് എന്തായാലും നാളെ രൂപയുടെ സ്വത്തുക്കളൊക്കെ വിൽക്കും, അതുകൊണ്ട് അതൊക്കെ കിട്ടാനുള്ള ആഗ്രഹത്തിലാണ് അവരിയ്ക്കുന്നത്. അവരുടെ നെഞ്ചത്ത് നോക്കി തന്നെ ആണി തറയ്ക്കണം, നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. എന്താണ് അച്ഛൻ്റെ ഐഡിയ എന്നൊക്കെ കിരൺ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി, അതുപോലെ അവർക്ക് അതൊരു വലിയൊരു ഇടിവ് തന്നെയായിരിക്കും, അവർ ജീവിതത്തിൽ പിന്നെ അതൊന്നും മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളിപ്പോൾ എന്തായാലും ഒരു സ്ഥലത്തേക്ക് പോവാണ്, ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എൻ്റെ പരിപാടി എന്നുള്ളത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഭാഗം നമ്മുടെ സരയുവാണെങ്കിൽ നാളെ 20 ലക്ഷം കയ്യിൽ കിട്ടുന്ന ഒരു സന്തോഷത്തിൽ ഇങ്ങനെ കിനാവും കണ്ടിങ്ങനെ നിൽക്കുകയാണ്. വലിയ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട്. പുറകിലൂടെ ആയിട്ട് ശാരി വരുന്നുണ്ട്. എന്താടി പെണ്ണെ നീ ഇങ്ങനെ നിൽക്കുന്നത്, നീ പൈസ കിട്ടുന്ന ഒരു സന്തോഷത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്തായാലും 20 ലക്ഷമല്ല പൊന്നുമോളെ കിട്ടാൻ പോകുന്നത് 6 കോടിയാണ് എന്ന് പറയുന്നു. എന്തായാലും സരയു കൺസ്ട്രക്ഷൻ അവർ വാങ്ങിയെടുത്തില്ലേ അമ്മയും ആ കിരണും കല്യാണിയും, അത് നമുക്ക് നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ സരയു പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, കാരണം നമുക്ക് ഈ 6 കോടിയിൽ ആ സങ്കടം അങ്ങോട്ട് ഒഴുക്കി കളയാമെന്നൊക്കെ പറയാണ്. എന്തായാലും അവരെ ഇതൊന്നും അറിയിക്കണ്ടേ, അവരുടെ അമ്മ നമുക്ക് എഴുതി തരാൻ പോകുന്ന കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, അത് നമുക്ക് അറിയിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അതെന്നെ മോളെ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് എന്ന് ശാരി പറയുമെങ്കിൽ ഒരു കാര്യം ചെയ്യും, അമ്മയും കൂടി എൻ്റെ കൂടെ വന്ന് നമുക്ക് ഇപ്പം തന്നെ അവിടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശാരി ഒന്ന് ചിന്തിക്കുന്നുണ്ട്. മറ്റൊന്നല്ല, ശബ്ദമില്ല എന്ന് കരുതി ശാരി അങ്ങോട്ട് ചെന്നിട്ട് ശാരിനെ ഇടിച്ചത്, കല്യാണി തല്ലിയതും തള്ളിയിട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശാരി ഇങ്ങനെ ചിന്തിച്ചതിന് ശേഷം പറയുന്നുണ്ട് അതെ മോളെ ഞാനില്ല, എന്തായാലും മോള് തന്നെ പോയാൽ മതി, മോള് പോയിട്ട് അവരോട് പറയേണ്ടതൊക്കെ പറഞ്ഞാൽ മതി, പിന്നെ നാളെ രാവിലെ രൂപയുടെ വീട്ടിലേക്ക് പോകില്ലേ അതിന് മുന്നും അവരുടെ വീട്ടിലൊന്ന് കയറിയിട്ട് വേണം പോവാനായിട്ട്, അവരുടെ ആയൊരു തോൽവി നമുക്ക് നേരിട്ട് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് ശാരി. അതെ, അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയു അവിടെ നിന്നും പോകുന്നുണ്ട് കിരണിൻ്റെ ഒക്കെ വീട്ടിലേക്ക്. അപ്പം ശാരിയാണെങ്കിൽ വലിയ സന്തോഷത്തോടു കൂടി തന്നെ അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ആ ഒരു മുഖം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.